നമസ്കാരം. SIR-മായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത ശേഷം കുറെ കമന്റുകൾ, കുറെ മെസ്സേജുകൾ, കുറച്ച് കോളുകൾ ഒക്കെ വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതേക്കുറിച്ച് തന്നെയാണ്. അതിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഒരല്പം വിശദീകരിക്കണം തോന്നിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും ഞാനൊന്ന് പറയാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോം 6 പുതിയ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, പൗരത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അതേക്കുറിച്ചുമാണ്. അതിലൊരു വിശദീകരണം വേണം തോന്നുന്നുണ്ട്. അത് എനിക്കും കുറച്ച് സംശയങ്ങളുണ്ട്. ഞാനിവിടെ പറയാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇന്ന് മറ്റൊരു കോൾ കൂടി വന്നിരുന്നു. ആ കോളില് അക്ഷയയിൽ പോയിട്ട് അവർ ഫോം 6 ഫില്ല് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഫോം ഫില്ല് ചെയ്തിട്ട് അവർക്കും അറിയില്ല, ആദ്യമായിട്ട് ചെയ്താണ് അത്രേ. പൂർണ്ണമായിട്ടും ചെയ്യാതെയാണോ അല്ലാതെയോ എനിക്കത്ര വ്യക്തമായിട്ടില്ല. ഏതായാലും പൂർണ്ണമായും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുകയും ചെയ്തു. ബാക്കി എങ്ങനെ കൊടുക്കും, ബാക്കി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്ന് ഞാൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമ്പർ തപ്പിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് ഒരു മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പേടിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോം 6 നമുക്ക് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമാക്കാനുള്ള ഒരു അവസരം കിട്ടേണ്ടതാണ്. ഞാനും അതിന്റെ നമ്പർ എടുത്ത് നോക്കി, അവർക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് കാണുന്ന നോ സച്ച് റെക്കോർഡ് ഫൗണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് റിഫ്ലക്ട് ചെയ്യാത്തതാണോ ഇനി എടുക്കാത്തതാണോ എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഈ 2025 ഈ SIR കൂടി എല്ലാം അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും SIR വേണ്ടി വരും. കാര്യം ഇതിന് ശേഷം ജനിച്ചവരില്ലേ, ഇന്ന് 18 വയസ്സാകാത്തവരില്ലേ, അവരെയൊക്കെ ചേർക്കേണ്ടി വരില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയുള്ള വരും നാളുകളിലും അല്ലെങ്കിൽ വരും വർഷങ്ങളിലും വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കേണ്ടി വരും, SIR വരും, അപ്പൊ കൊടുക്കേണ്ടി വരും. ഈ പ്രോസസ്സ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും എന്ന് കരുതൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ലിസ്റ്റിൽ പേര് വരുന്നതിന് കുറെ വിഷയങ്ങളുണ്ട്. കുറെ എന്താ പറയാ, എല്ലാവർക്കും എല്ലാം അറിയില്ല. അക്ഷയക്കാർക്ക് കൂടി അറിയില്ല. BLOമാര് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. BLOമാർക്ക് കൂടി അറിയില്ല. പിന്നെ ഞാൻ അല്ലെങ്കിൽ എന്നെ പോലെ കുറെ എണ്ണം യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ പറയുന്നത് മാത്രമേ ജനങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആശങ്കകൾ കൂടും, സ്വാഭാവികം. ഏതായാലും ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല എന്ന BLOമാരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വാക്ക് തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. റിഫ്ലക്ട് ചെയ്യുമായിരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ. ഏതായാലും ഫോം 6 ഫില്ല് ചെയ്യാം, സ്വന്തമായി ഫില്ല് ചെയ്യാം. എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ കാല് പിടിക്കാൻ പോകണ്ട. അക്ഷയക്കാർ പോലും മര്യാദയ്ക്കല്ല ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ അവരോട് പറഞ്ഞാൽ കേൾക്കുകയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മറത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എന്റെ ചാനലിൽ തന്നെ ഉണ്ട് ഫോം 6 എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതിനുള്ള വളരെ വീഡിയോ. ഞാൻ എന്റെ ഒരു ഫോം 6 ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലും ചെയ്യാം, കമ്പ്യൂട്ടറിന് വേണമെന്നില്ല. മൊബൈലിലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. 3 രേഖകൾ മസ്റ്റാണ്. 3 രേഖകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബർത്ത് ഡേറ്റ്, രണ്ടാമത്തത് ബർത്ത് പ്ലേസ്, മൂന്നാമത്തത് ഇപ്പോഴത്തെ നിലവിലെ അഡ്രസ്സ്. അതിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഒക്കെ ആദ്യത്തിൽ കൊടുക്കുക. അതായത് രണ്ടും ഉണ്ട് അതിനകത്ത്. ബർത്ത് പ്ലേസും ഉണ്ട്, ബർത്ത് ഡേറ്റും ഉള്ളത് കൊണ്ട് അത് ഒരു രേഖയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് തൊട്ട് താഴെ ഒരെണ്ണം കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കാം. ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു വെക്കണം. അതായത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കൊള്ളാവുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്തോ അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും തെളിയിക്കുന്ന എന്ത് രേഖയാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതിന്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ കോപ്പി എടുത്ത് അതിൽ നിങ്ങളുടെ ഒപ്പിട്ട് സ്കാൻ ചെയ്ത ഒരു കോപ്പി നിങ്ങളുടെ ഉണ്ടാവണം. കമ്പ്യൂട്ടറിലായാലും മൊബൈലായാലും ഉണ്ടാകണം. അതുപോലെ തന്നെ ആധാറിന്റെ 2 വശവും നല്ല ഭംഗിയായിട്ട് കാണത്തക്ക വിധത്തിൽ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതൊരു A4 ഷീറ്റാക്കി അതിനകത്ത് നിങ്ങൾ സെൽഫ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഒപ്പിട്ടിട്ടുള്ള ഒരു കോപ്പിയും കൂടെ PDF നിങ്ങൾ കരുതണം. അതായത് ആധാറിന്റെ ഒരു കോപ്പി, പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെയോ പാസ്പോർട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയോ ഏതിന്റെ ആയാലും അതിന്റെ ഒരു കോപ്പി, ഒരു ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോകുന്നതെങ്കിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിലാണെങ്കിൽ മൊബൈലിലോ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചേക്കണം. ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ അടുത്ത പണി ഫോം 6 എടുക്കുക. ഫോം 6 ഫില്ല് ചെയ്യുന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഫോട്ടോ കൊടുക്കേണ്ടടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുക. പിന്നെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ട ഭാഗത്ത് നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. മൂന്നാമത് അതിന്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ട ഭാഗത്ത് നിങ്ങൾ ആധാറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് 3 അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു
റഫറൻസ് നമ്പർ കിട്ടും, ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ എഴുതി നോക്കിയാൽ മതി. സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അത്ര സിമ്പിൾ ആണല്ല. മറ്റുള്ളവരെ കാല് പിടിക്കാൻ ആ കാര്യത്തിൽ പോകണ്ട. മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് അത് വിട്ടേക്ക്. ദെൻ ഫോം 6 നമുക്ക് അങ്ങനെ നോ സച്ച് എ റെക്കോർഡ് ഫൗണ്ട് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ദൃശ്യമാകാൻ സമയമായിട്ടില്ല എന്ന് കരുതി സമാധാനിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഹിയറിങ്ങിനോ അല്ലെങ്കിൽ ഫോം 6 ഫില്ല് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ റിലേഷൻ ചോദിക്കുന്നുണ്ടല്ലോ. റിലേഷൻ ഫോം 6 ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പൊതുവെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ രേഖകൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ ബർത്ത് പ്ലേസും അതുപോലെ ബർത്ത് ഡേറ്റും ഉള്ള രേഖയാണ് ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും അവൈലബിൾ അല്ല. അവിടെയാണ് ജനങ്ങളുടെ ആശങ്ക. ഈ ആശങ്ക ഇലക്ഷൻ കമ്മീഷൻ തന്നെ തീർത്തേ പറ്റുള്ളൂ. ഞാനും ഇങ്ങനെ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ. എന്നെ പോലുള്ളവരൊന്നും ഇതിന് കൃത്യമായി മറുപടി പറയുന്നില്ല. കാരണം അറിയാത്തത് കൊണ്ടാണ് പറയാത്തത്, മനഃപൂർവ്വം അല്ല. ഇപ്പോ നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ. നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനുണ്ട്, SIR പേര് ചേർക്കാനുണ്ട്. നിങ്ങൾ 2002 ലിസ്റ്റിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോം 6 ഫില്ല് ചെയ്യാൻ പോകുന്നു. ഫോം 6 ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ വിവരം നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ വോട്ടർ ലിസ്റ്റ് പേരുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ SIR-ലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ജനനരേഖ ശരിയായിരിക്കണം. ജനനരേഖ എന്ന് പറയുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഓക്കെ ആയിരിക്കണം. അത് ഓക്കെ ആക്കി വെച്ചേ പറ്റൂ. പലരുടെയും ഓക്കെ അല്ല. ഇനി അവരുടെ പേരാണ് ചേർക്കേണ്ടതുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ മാതാപിതാക്കളുടെയും മുതുമുത്തശ്ശന്മാരുടെയും മുത്തശ്ശന്മാരുടെയും ഒക്കെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് വോട്ട് കിട്ടൂ എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു വ്യക്തത വരുത്തണം. ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ആശങ്കയാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത്, മറ്റൊരു ആശങ്കയൊന്നും അല്ല. ഇവിടെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആശങ്കയൊന്നുമില്ല. ആകെ ഉള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജനനരേഖ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ ജനിച്ചെന്ന് തെളിയിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ കൊടുക്കുന്ന മറ്റ് രേഖകൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്ത്യൻ ഒരു പൗരത്വം തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ആശങ്കയാണ് ഉള്ളത്. അതൊന്ന് ലഘൂകരിക്കണം. കാരണം 1990 ശേഷമാണ് നമ്മുടെ ജനന രജിസ്റ്ററൊക്കെ വന്നു തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മുടെ രേഖകളൊക്കെ കയറി തുടങ്ങിയത്. നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ ശരി എന്നാ മെയ് കിടക്കട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് ഒരു സുമാറ് തട്ടിയൊപ്പിച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇടുന്നത്. അതാണ് നമ്മുടെ രേഖയിലും ഉള്ളത്. പാസ്പോർട്ടിലായാലും സ്കൂൾ സർട്ടിഫിക്കറ്റിലായാലും ഉള്ളത് അതാണ്. അതുകൊണ്ട് അത് തന്നെ നമ്മൾ പിന്തുടർന്ന് പോരുന്നു. അങ്ങനെയെങ്കിലും രേഖകൾ ഉണ്ടായിട്ട്. എന്നാൽ അതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. അത്രത്തോളം ആൾക്കാരെ വെറുതെ കൺഫ്യൂഷനിലാക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ മാതാപിതാക്കൾ ഇത്ര വർഷത്തിന് മുമ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ വോട്ടേഴ്സിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട, നിങ്ങൾ വോട്ട് ചെയ്തോളെ, നിങ്ങൾ ആധാറും നിങ്ങളെ എന്താ പറയുക ID കാർഡും മറ്റെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ കയറിക്കോളി എന്ന് പറയാം. എത്ര സമാധാനമാവുമെന്നറിയോ? പിന്നെ അതിന് നിങ്ങളുടെ അന്നത്തെ മുത്തച്ഛന്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം, അവരുടെ എവിടെ ജനിച്ചു എന്നുള്ള തെളിവ് വേണം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ പുറത്തു പോകും. കേരളത്തിൽ തന്നെ എത്ര പോകുന്നറിയാം പുറത്ത്? ഒരുപാട് പോകും. ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റണം. ഇലക്ഷൻ കമ്മീഷൻ 10-13 രേഖകൾ വെച്ചിട്ടുണ്ട്. അതിൽ 12 രേഖകൾ നമ്മൾ കേരളത്തിൽ ആപ്ലിക്കബിൾ ആണ്. ആ 12 രേഖകൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ ChatGPT-യോടോ ഗൂഗിൾ ജെമിനിയോടോ ആ 12 രേഖ എന്ന് ചോദിക്കും, പറഞ്ഞുതരും. ആ 12 രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ പേര് കയറാമെന്ന് പറയുന്നുണ്ട്. വളരെ വലിയ ആശ്വാസമാണ്. എന്നാൽ അതേ സമയം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ജനനരേഖ തെളിയിക്കണം, ജനന സ്ഥലം തെളിയിക്കണം എന്ന് പറയുമ്പോൾ തെളിയിക്കാൻ കഴിയുന്നില്ല. ഇതിനൊരു ക്ലാരിറ്റി പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോടൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവരുടെ മേലുദ്യോഗസ്ഥരോ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിലിംഗ് സംവിധാനമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ഒന്ന് അറിയിച്ചിട്ടൊരു വ്യക്തത വരുത്താനൊന്ന് പറയും. ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിൽ നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് പേർക്ക് ആശങ്കയുള്ളത് ഈ ഒറ്റ കാര്യത്തിലാണ്. ഇതിനൊരു പരിഹാരമാണ്. ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ നമ്മുടെ ജനപ്രതിനിധികളും ചെയ്യണം. അതിന് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. BJP ആണ് അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. കാരണം ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണ്. കേന്ദ്ര സർക്കാരാണ് ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കുന്ന പോലും ഉണ്ട് ഒരു വിഭാഗം. അപ്പോൾ എന്തായാലും ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിലുണ്ടാകുമ്പോൾ അവർക്ക് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടാം, നിങ്ങൾ എന്താണ് ഇവിടെ ഇതിനൊരു സൊല്യൂഷനായി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പരിഹാരം എന്നുള്ളത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ആശങ്ക അകറ്റുന്ന വിധത്തിലുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ജനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ SIR പൂരിപ്പിച്ചിട്ടും SIR ലിസ്റ്റിൽ വന്നിട്ടും കരട് ലിസ്റ്റിൽ വന്നിട്ടും ഒക്കെ ഇപ്പൊ ഞാനൊക്കെ പരിശോധിച്ചപ്പോൾ കരട് ലിസ്റ്റിലുണ്ട്. അതൊക്കെ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞു. ഇപ്പോഴും നേരത്തെ പറഞ്ഞത്, അതായത് ഹിയറിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന രേഖകളെ കുറിച്ചും അതുപോലെ എന്താ പറയാ പുതിയത് ചേർക്കുമ്പോൾ കുറിച്ചുള്ള രേഖകളെ കുറിച്ചും തെറ്റ് തിരുത്തുമ്പോൾ ആവശ്യമായ രേഖകളെ കുറിച്ചും ഒക്കെ
ആശങ്കകളുണ്ട്. ഈ ഒരൊറ്റ കാര്യത്തിൽ, ഏത് മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഡേറ്റ് ഓഫ് ബർത്തിന്റെയും പ്ലേസ് ഓഫ് ബർത്തിന്റെയും കാര്യത്തിൽ അതിലൊരു തീരുമാനം എത്ര പെട്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. Different angles. Don't forget to subscribe and support this channel.